1. വ്യായാമം. വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും ശക്തമായ വിഷാദ പോരാളികളാണ്. ആഴ്ചയിൽ 5 തവണയെങ്കിലും മിതമായി വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ വളരെയധികം സഹായിക്കും. 2. വികാരങ്ങളെ സ്വയം അനുഭവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് വിഷാദത്തിന്റെ നെഗറ്റീവ് ലക്ഷണങ്ങളെ നേരിടാനുള്ള തന്ത്രപരമായ മാർഗമായി തോന്നാം. എന്നാൽ ഈ രീതി ആത്യന്തികമായി അനാരോഗ്യകരമാണ്. നിങ്ങൾക്ക് കരയുവാൻ തോന്നിയാൽ കരയുക. മനസ്സിൽ കെട്ടിവെക്കാതെ വികാരങ്ങൾ സ്വയം അനുഭവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങളെക്കുറിച്ച് എഴുതുകയോ ജേണലിംഗ് നടത്തുകയോ ചെയ്യുക. വികാരങ്ങൾ മാറുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. 3. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പരീക്ഷിക്കുക. നിങ്ങൾ ദിവസം തോറും ഒരേ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഇത് മാറ്റം വരുത്തുവാനും കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. 4. ഇന്ന് നാളെ സൂചിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ മാനസികാവസ്ഥ, വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഇന്നത്തെ മാത്രമാണ്, നാളെയുടേതല്ല. ഇന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയോ ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ അവ വീണ്ടും ശ്രമിക്കാനുള്ള നാളത്തെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഓർമ്മിക്കുക. 5.